ശരിക്കും അതെന്താ നിങ്ങൾ UAE ചൂസ് ചെയ്തത്? ഇന്ത്യയിൽ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തത്? അത് ഇന്ത്യയിലെ ആൾക്കാരുടെ ഫൗണ്ടർ മൈൻഡ് സെറ്റ് പോലെയാണ്. സോ ഞാൻ ഇന്ത്യയിൽ ഒരു 100 കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന്റെ ഒരു ലെറ്റ്സ് സേ ഒരു 30% ടൈം മതി എനിക്ക് UAE 100 ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ. ഇന്ത്യയിലെ ആൾക്കാർ ആക്ച്വലി ടു മച്ച് ബിസി ഇൻ ഡൂയിങ് ദെയർ ഓൺ വർക്ക്. ഓക്കെ, ഇപ്പം ഇന്ത്യയിലെ ഫൗണ്ടർ നമ്മൾ പറയല്ലോ, നമ്മളെ കമ്പനീനെ നമ്മളില്ലാണ്ട് ഓടില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി കമ്പനിയിലൊരു സീനിയർ പണിക്കാരനാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൊരു കോട്ടാണ് അത്. ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനം. ഇന്ത്യയിലുള്ള ആൾക്കാർ ആക്ച്വലി ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ട് അവരെ കമ്പനിയിൽ സീനിയർ വർക്കർ പോലെ. പക്ഷേ UAE മിഡിൽ ഈസ്റ്റോ എടുക്കുകയാണെങ്കിൽ അവരത് മാനേജ് ചെയ്യുന്നേ ഉള്ളൂ. സോ അവർക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാനുള്ള ഒരു ടൈം ഉണ്ട്. നമ്മളിവിടെ പോയിട്ട് ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് മീറ്റിംഗ് കിട്ടുക തന്നെ 2 weeks ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അന്ന് തന്നെ ആക്ച്വലി മൂപ്പർക്ക് ഒരു 5 കമ്മിറ്റ്മെന്റും കുറെ പണികളും ഉണ്ടാവും. അതൊന്നും ബിസിനസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ സ്കെയിലബിലിറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആയിരിക്കില്ല. എന്തെങ്കിലും ഡേ ടു ഡേ ഓപ്പറേഷൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഈ ചേഞ്ച് ആക്ച്വലി ഇന്ത്യ ഡേ ബൈ ഡേ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ ഞാനിത് ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള കുറേ അധികം ഫൗണ്ടേഴ്സിന് ഇന്ത്യയിലും കമ്പനീസ് ഉണ്ട്.